ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB NTPCന്റെ നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങളൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. എത്ര വേക്കൻസിയാണ്? 5810 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 6 പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കി. ഏതാണ്? ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 21-ാം തീയതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 20-ാം തീയതി നവംബർ 20-ാം തീയതി വരെയാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കൂടി നമുക്ക് എന്താ പേയ്മെന്റ് വിൻഡോ ഓപ്പൺ ആയിരിക്കും. 2 ദിവസം കൂടി 22 വരെ, നവംബർ 22 വരെ പേയ്മെന്റ് വിൻഡോയും ഓപ്പൺ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 23 മുതൽ നവംബർ 23 മുതൽ ഡിസംബർ 2 വരെ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ നമുക്ക് 23 മുതൽ 2-ാം തീയതി വരെ എന്താ ആ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ OTR വൺ ടൈം രജിസ്ട്രേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി, OTR വൺ ടൈം രജിസ്ട്രേഷനിൽ മിസ്റ്റേക്ക് വരുത്തി എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു, ആ കാര്യം നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾ പേയ്മെന്റ് അടക്കണം. ഇനി നിങ്ങൾ എന്താ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, അതായത് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ OTR ചേഞ്ച് വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ മോഡിഫിക്കേഷൻ വിൻഡോ സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് 3/12 മുതൽ 7/12 വരെ കൊടുക്കാവുന്നതാണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡേറ്റ് ഒക്കെ ഓർമ്മ വേണം. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. ചിലപ്പോൾ നിങ്ങൾ എന്താ സർട്ടിഫിക്കറ്റ് എടുത്തില്ല, NCL OBC NCL സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്തില്ല. അപ്പോൾ നിങ്ങൾ ലാസ്റ്റത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ അതിന്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട് നോക്കിയാൽ നമുക്ക് ആധാർ കാർഡ് നമുക്ക് വേണം. എന്തിനാ ആധാർ കാർഡ്? നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കാണാം. അതുപോലെ നമ്മൾ എന്താ ഈ എക്സാമിന് NTPC എക്സാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ വീഡിയോയും ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കാണാം. ഓക്കെ, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അത് കണ്ടിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ആധാർ കാർഡ് നമ്മൾ OTR രജിസ്റ്റർ ചെയ്യുമ്പോൾ, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കാൻ ചോദിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും ID പ്രൂഫ് കൊടുക്കാം. പക്ഷേ അവർ പറയുന്നു എന്താ, ആധാർ കാർഡ് ആണെങ്കിൽ നിങ്ങൾ എക്സാം സെന്ററിൽ പോകുമ്പോൾ ബയോമെട്രിക് വെരിഫിക്കേഷനൊക്കെ പെട്ടെന്ന് നടക്കും. മറ്റ് എക്സാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കൊടുക്കാം. പക്ഷേ എന്താ എക്സാമിലേക്ക് സ്മൂത്തായി എൻ്റർ ചെയ്യാം. അതായത് അപ്പോൾ നമുക്ക് ബയോമെട്രിക് വെരിഫിക്കേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് നടക്കാൻ വേണമെങ്കിൽ നമുക്ക് ആധാർ കാർഡ് തന്നെ കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ആധാർ കാർഡ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനും പറ്റും. ഓക്കെ, അതായത് ഇത് രജിസ്റ്റർ ചെയ്ത ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനും പറ്റും. ക്ലിയർ? അപ്പോൾ ആധാർ കാർഡിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? പിന്നെ SSLC സർട്ടിഫിക്കറ്റ് വേണം, OBC, അതായത് പിന്നെ ഇത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, അതായത് OBC NCL സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് എന്താ OBC റിസർവേഷൻ ആവശ്യമുണ്ടെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ എന്താ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ SC ST സർട്ടിഫിക്കറ്റ്. ക്ലിയർ? ഈ കാര്യങ്ങൾ വേണം. പിന്നെ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം, നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും വേണം. അതെന്തിനാ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്? നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്തില്ലേ, നമ്മളിപ്പോൾ 500 രൂപ പേയ്മെന്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ബാക്കി എക്സാം നിങ്ങൾ CBT 1 എഴുതി കഴിഞ്ഞാൽ 400 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടാകുമ്പോൾ പലരും ചോദിച്ചു എന്താ നമ്മൾ അക്ഷയ സെന്റർ പോയിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ റീഫണ്ട് കിട്ടും? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഒരു വിൻഡോ ഉണ്ട്, നമുക്ക് അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അക്ഷയക്കാർ പൈസ കൊടുത്താൽ നമുക്ക് എന്താ റീഫണ്ട് വരുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ഈ നമ്പറിലേക്കായിരിക്കും, ഈ അക്കൗണ്ടിലേക്കായിരിക്കും റീഫണ്ട് വരിക. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. ഓക്കെ, ഇനി പക്ഷേ ഇത്രയും ഞാൻ ഇപ്പോൾ പറഞ്ഞു കുറേ ഡോക്യുമെന്റ്സ് വേണമെന്ന്. പക്ഷേ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈൻ അപ്ലോഡ് ചെയ്യണം. JPG ഫോമാറ്റിൽ നമ്മുടെ സൈൻ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെന്താ SC ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പക്ഷേ SC ST എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താ ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ്, നിങ്ങൾക്ക് ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ SC ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ സ്ലീപ്പർ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ SC ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് വേണ്ടാത്തവർ SC ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട, അതിൻ്റെ നമ്പർ മാത്രം കൊടുത്താൽ മതി. ക്ലിയർ? പിന്നെ ഈ 2 കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്താ സൈൻ മസ്റ്റ് ആണ്. ഓക്കെ,
ഇനി നമ്മൾ നോക്കിയാൽ SSLC സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിന്റെ ബേസിലാണ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടത്. SSLC ബുക്കിലുള്ള എന്താ നമ്പേഴ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം പറയുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത് മസ്റ്റ് ബി മാച്ച് ഓൺ എന്താ SSLC സർട്ടിഫിക്കറ്റ്. ക്ലിയർ? അപ്പോൾ SSLC സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നു, നോ ചേഞ്ച് ഇൻ ഡേറ്റ് ഓഫ് ബർത്ത് വിൽ ബി അലൗഡ് ലേറ്റർ. അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടെ, മിസ്മാച്ച് ഇൻ ഡേറ്റ് ഓഫ് ബർത്ത് വിൽ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ. സോ എന്താ, രണ്ടിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരെ ആവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് RRBന്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന സെയിം കാര്യം. ഓക്കെ, ക്ലിയർ? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, SSLC സർട്ടിഫിക്കറ്റിന്റെ നമ്മൾ സീരിയൽ നമ്പർ ഉണ്ട്. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നമുക്കൊരു നമ്പർ കാണും. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു ബോക്സും കൂടെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കാണും. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തു വെക്കണം. കാരണം അതിൻ്റെ ടോപ്പിലുള്ള ഒരു നമ്പർ നമുക്ക് ആവശ്യമാണ്, സീരിയൽ നമ്പർ നമുക്ക് ആവശ്യമാണ്. ആ നമ്പർ നമ്മൾ എന്താ, നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കും, 10th ലെവലിൻ്റെ ക്വാളിഫിക്കേഷൻ കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, SSLC സർട്ടിഫിക്കറ്റിൻ്റെ എന്താ നമ്പർ കൊടുക്കാനുണ്ട്, ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. നിങ്ങൾ ഓൾറെഡി ചെയ്ത ആൾക്കാരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഓൾറെഡി ഉണ്ടാവും. പക്ഷേ അവിടെ നിങ്ങൾ ഇപ്പോഴും എന്താ സീരിയൽ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ലെഫ്റ്റ് സൈഡ് ടോപ്പിലുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെന്താ, SSLC കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് OBC സർട്ടിഫിക്കറ്റ്. നിങ്ങളിപ്പോൾ OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടും. പക്ഷേ OBCയിൽ എല്ലാവർക്കും റിസർവേഷൻ കിട്ടുമോ? ഇല്ല. NCL അതായത് നോൺ ക്രീമി ലെയർ കാർക്ക് മാത്രമാണ്. അതായത് നിങ്ങളെ ഇൻകത്തിൻ്റെ ബേസിൽ നോൺ ക്രീമി ലെയർ ഉണ്ട്. അപ്പോൾ അവർക്ക് മാത്രമാണ് എന്താ റിസർവേഷൻ കിട്ടുക. അപ്പോൾ അതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇത് എത്ര നാൾ പഴക്കമുള്ള, എപ്പോൾ അപ്ലൈ ചെയ്ത NCL ആയിരിക്കണം നമുക്ക് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് അപ്ലൈ ചെയ്ത NCL ഈ എക്സാമിന് പറ്റുമോ? അതായത് കഴിഞ്ഞ വർഷം ചെയ്ത NCL ഈ എക്സാമിന് പറ്റുമോ? ഇതൊക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇയർ അറിയാമല്ലോ, എന്താണ് April 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ ഡേറ്റ് ഓർത്ത് വെക്കുക, April 1, അതായത് ഈ വർഷം 2025 April 1 ശേഷം, April 1 അതായത് മനസ്സിലാക്കുക, April 1 അത് കഴിഞ്ഞിട്ടോ എടുത്ത NCL ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. April 1 അത് കഴിഞ്ഞിട്ടോ എടുത്ത NCL ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി ഇഷ്യൂഡ് ബിറ്റ്വീൻ April 1, പിന്നെന്താ ബിറ്റ്വീൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ക്ലോസിംഗ് ഡേറ്റ്, അതായത് നമ്മൾ എക്സാം ക്ലോസ് ചെയ്യുന്നപ്പോഴാണ്, അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നപ്പോഴാണ് November 20. അപ്പോൾ April 1 മുതൽ November 20 വരെ. അപ്പോൾ ഇതിന് ഇടയിലുള്ള April 1 കഴിഞ്ഞിട്ടോ പിന്നെ November 20 മുന്നേ അപ്പോൾ ഉള്ള NCL ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി NCL ഡൗട്ട് വേണ്ട. അപ്പോൾ ഇത് ഈ വർഷം തന്നെ 2025 April 1 ശേഷമുള്ള ഒന്നിന് ശേഷമോ ഉള്ള NCL ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ? OBC കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഹാവ് OBC NCL സർട്ടിഫിക്കറ്റ് എന്താ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് എന്താ Annexure 2ലുള്ള എന്താ NCL ഫോർമാറ്റിൽ വേണം എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് വരാം, എന്തൊക്കെയാണ്? അതായത് ഇവിടെ നോക്കിയേ, ഇതാണ് Annexure 2ലുള്ള NCL സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റിൽ തന്നെ നമ്മൾ കൊടുക്കണോ? വേണ്ട. കാരണം ഇത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ വില്ലേജ് ഓഫീസ്, അതായത് നമുക്ക് NCL അപ്ലൈ ചെയ്യേണ്ട എവിടെയാണ്? സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടി നമ്മൾ വില്ലേജ് ഓഫീസിലല്ല അപ്ലൈ ചെയ്യേണ്ടത്, തഹസിൽദാറോ അതിന് മേലേക്കുള്ള ഓഫീസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ Annexure 2ൽ കൊടുത്തിട്ടുള്ള NCL സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ്. അപ്പോൾ ഈ സെയിം സാധനത്തിൽ നമ്മൾ എന്താ NCL വേണോ? അതായത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ താലൂക്കിലാണ് തഹസിൽദാറിൻ്റെ അടുത്ത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വില്ലേജ് ഓഫീസിൽ പോകണം. എന്നിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് വെരിഫൈ ചെയ്തിട്ട് താലൂക്കിലേക്ക് അയക്കണം. അപ്പോഴേക്കും നമ്മുടെ എന്താ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും, എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല, അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഈ ഫോർമാറ്റിലുള്ള ഇത് കിട്ടും. സെയിം ആണ് രണ്ടും. ഇവിടെ നോക്കിയേ, രണ്ടും സെയിം ആണ്. ക്ലിയർ? സെയിം ആണ്. ഈ ഫോർമാറ്റിലുള്ള അക്ഷയ സെൻറ്ററിൽ അപ്ലൈ ചെയ്ത NCL മതിയാവും. ഓക്കെ, അപ്പോൾ അക്ഷയ സെൻറ്ററിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 7 to 10 days എന്തായി ഇത് NCL കിട്ടാൻ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് NCLന്റെ ഫോർമാറ്റ്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ആരാ? തഹസിൽദാറാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ക്ലിയർ? തഹസിൽദാറോ അതിന് മേലേക്കുള്ള അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണോ? OBC NCL സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട. അവിടെ നമ്മൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം, ഇഷ്യൂ ഡേറ്റ് കൊടുക്കണം, അതുപോലെ കാസ്റ്റ് കൊടുക്കണം, പിന്നെ ഇഷ്യൂ അതോറിറ്റിയും കൊടുക്കണം. നമ്പർ, ഡേറ്റ്, കാസ്റ്റ്, ഇഷ്യൂ അതോറിറ്റി, ഈ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്താ
കാസ്റ്റ് മസ്റ്റ് ബി ഇൻ ദ കറണ്ട് സെൻട്രൽ OBC ലിസ്റ്റ്. സെൻട്രൽ OBC ലിസ്റ്റിലുള്ള കാറ്റഗറിക്ക് മാത്രമേ നമുക്കിത് അപ്ലിക്കബിൾ ആവൂ. ഓക്കെ, അപ്പോൾ എന്താ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് OBC NCL ഈ എക്സാമിന് വേണ്ടി അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് ഇതുപോലെയാണ് വരിക. നമ്മളിത് ഇവിടെ കമ്മ്യൂണിറ്റീൻ്റെ അടുത്ത് നമുക്ക് UR വേണമെങ്കിൽ കൊടുക്കാം. UR കൊടുത്താൽ ഇതൊന്നും വരില്ല. OBC കൊടുത്താൽ എന്താ, OBC കൊടുത്താൽ നമ്മളോട് ചോദിക്കും എന്താ UR എന്താ നോൺ ക്രീമി ലെയർ ആണോ അല്ലയോ എന്ന് ചോദിക്കും. OBC ക്രീമി ലെയർ ഉണ്ട്, നോൺ ക്രീമി ലെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ നോൺ ക്രീമി ലെയർ കൊടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരും. ക്ലിയർ? ഇവിടെ കാസ്റ്റിന്റെ നെയിം കൊടുക്കണം, ഇവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ. ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ NCLന്റെ നമ്പർ. അതുപോലെ ഇഷ്യൂ അതോറിറ്റി തഹസിൽദാർ ആണെങ്കിൽ തഹസിൽദാറിന് കൊടുക്കുക. അതുപോലെ ഇഷ്യൂ ഡേറ്റും കൊടുക്കാം. ക്ലിയർ? ഇനി ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ നമ്മൾ OBC സർട്ടിഫിക്കറ്റ് April 1, 2025 ശേഷമുള്ള NCL ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് നോട്ടിഫിക്കേഷനുള്ള കാര്യമാണ്. April 1, 2021 ശേഷം, ബട്ട് നോട്ട് ലേറ്റർ ദാൻ ക്ലോസിംഗ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് എപ്പോഴാണ്? നമ്മൾ അപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റിന് ആ രണ്ടിനും ഇടയിലുള്ള NCL. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇനി ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതാണ് NCL. ഇഷ്യൂ അതോറിറ്റി തഹസിൽദാറാണ്. ക്ലിയർ? ഇഷ്യൂ ഡേറ്റ് ഉണ്ട്. ഓക്കെ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് SC/ST സർട്ടിഫിക്കറ്റ്. അപ്പോൾ OBCന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി SC/ST സർട്ടിഫിക്കറ്റ്. അപ്പോൾ SC/ST സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ഇത് നമ്മളെ ഈ വർഷത്തെ ഇത് അപ്ലിക്കബിൾ അല്ല. കാരണം ഇത് നേരത്തെ ആയാലും മതി. കാരണം എന്താ, നമ്മുടെ OBC NCL അതുപോലെ EWS ഇതിനാണ് നമ്മൾ April 1, 2025 എന്ന് പറയാം. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഇൻകത്തിന്റെ ബേസിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലത്തെ ഇൻകം നോക്കിയിട്ടാണ് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും. എന്നിട്ട് നമ്മൾ NCLന് അപ്ലൈ ചെയ്യണം, അതുപോലെ EWSന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ എടുത്ത OBC NCLും അതുപോലെ EWSും ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിയർ? അത് ഇൻകത്തിന്റെ ബേസ് ആയതുകൊണ്ടാണ്. ഇവിടെ SC/ST നോക്കി, SC/ST ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്പറൊക്കെ വേണം, അതൊക്കെ അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്പറൊക്കെ കൊടുക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഫ്രീ സ്ലീപ്പർ ക്ലാസ് റെയിൽവേ പാസ് വേണമെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ? ഇതിവിടെ പറയുന്നുണ്ട് ഫ്രീ ട്രെയിൻ ട്രാവൽ ഫെസിലിറ്റി ഉണ്ട്. അപ്പം അതിനു വേണ്ടി എന്താ, നിങ്ങൾ അപ്ലോഡ് വാലിഡേറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ക്ലിയർ? ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ അത് ഓക്കെ അല്ലേ? SC/STക്കാർക്ക് ഓക്കെ അല്ലേ അത്? അതായത് അങ്ങനെ നമ്മൾ എന്താ, നമ്മുടെ ട്രാവൽ പാസ് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് അതായത് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ. ഇവിടെ നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ എന്താ UR ഉണ്ട്, OBC ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ST കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കും നെയിം ഓഫ് ട്രൈബ് ചോദിക്കും, അത് കൊടുക്കണം. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ നമ്പർ കൊടുക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി ഇഷ്യൂയിങ് അതോറിറ്റി കൊടുക്കണം. പിന്നെ ഡേറ്റ് കൊടുക്കണം, ഇഷ്യൂയിങ് ഡേറ്റ് കൊടുക്കണം. പിന്നെ ഇതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്, ഡു യു വിഷ് ടു അവൈൽ ഫ്രീ ട്രാവൽ പാസ് ഫോർ ദ എക്സാമിനേഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ എസ് കൊടുത്താൽ ഇങ്ങനെ വരും, പ്ലീസ് ഇൻഡിക്കേറ്റ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് വരും. നോ കൊടുത്താൽ ഒന്നുമില്ല, അവിടെ നോ ആയി, നിങ്ങൾക്ക് നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് പോകും. ഇവിടെ കൊടുത്താൽ എസ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ വരും, പ്ലീസ് ഇൻഡിക്കേറ്റ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷന്റെ അഡ്രസ് ഇത് കൊടുക്കണം. അതുപോലെ നമുക്ക് അപ്ലോഡ് യുവർ വാലിഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അതെങ്ങനെയാണ്? 400 KB ഉള്ള PDF ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ PDF ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ SC/ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, പാസ് വേണമെങ്കിൽ. ക്ലിയർ? അപ്പോൾ ഇതാണ് സർട്ടിഫിക്കറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് അനക്ഷർ 1ലുള്ള സർട്ടിഫിക്കറ്റ് ഇതാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വേണം, ഈ ഫോമാറ്റിലെല്ലാം നിങ്ങൾ ഈ അക്ഷയ എന്ന് പോയിട്ട് എടുത്ത ഫോമാറ്റിലും മതി. ഓക്കെ, ഈ വഴി, അതായത് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നു, എന്നിട്ട് താലൂക്കിൽ പോയിട്ട് കൊടുക്കാൻ ഡയറക്റ്റ് പോകാൻ പറ്റില്ല, വില്ലേജ് ഓഫീസിൽ ആദ്യം കൊടുക്കണം, എന്നിട്ട് നേരെ അത് താലൂക്കിലേക്ക് വിടും. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ പോയാൽ പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം. 7 to 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ക്ലിയർ? അപ്പോൾ പിന്നെ EWSകാർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ പറയുന്ന നോക്കിയേ, ഫിനാൻഷ്യൽ ഇയർ പ്രയർ ടു ദ ഇയർ ഓഫ് അപ്ലിക്കേഷൻ ഫോർ ഈ കാറ്റഗറിക്ക് ഫിനാൻഷ്യൽ ഇയർ വിൽ ബി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2024-25 നമ്മൾ ഇൻകത്തിന്റെ ബേസിലായിരിക്കും ഇൻകം സർട്ടിഫിക്കറ്റ് ഇത് തരിക. അപ്പോൾ ഈ വർഷം എടുത്ത NCL ആണ് വേണ്ടത്.
ക്ലിയർ, ഐ മീൻ എന്താ EWS ആണ് വേണ്ടത്. ഇവ ഏപ്രിൽ 1 ശേഷം, കാരണം കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിൻ്റെ ബേസിലാണ് നമുക്ക് ഇത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതും പുതിയതായിട്ട് എടുക്കണം. പിന്നെ ഇതാ ഇതിൻ്റെ ആരാ EWSൽ വരുന്ന ഏത് കാറ്റഗറി, ഐ മീൻ ആർക്കൊക്കെ EWS അപ്ലിക്കബിൾ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 5 acre ഓർ അഗ്രികൾച്ചർ ലാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അതൊക്കെ നോക്കുക. പിന്നെ നമ്മൾ വേണ്ടത്, അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സിഗ്നേച്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട. ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മുന്നേയൊക്കെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താ ലൈവായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. പലർക്കും എന്താ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാം. അതുപോലെ സിഗ്നേച്ചർ നോക്കിയേ. സിഗ്നേച്ചറിൽ എങ്ങനെയാണ് സിഗ്നേച്ചർ വേണ്ടത്? ബ്ലാക്ക് ഇങ്ക് പെന്ന് വേണം, വൈറ്റ് പേപ്പറിലായിരിക്കണം. ബ്ലാക്ക് ഇങ്ക് പെന്ന് വേണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം നമ്മുടെ എന്താണ് സൈൻ ചെയ്യുന്നത്. ക്ലിയർ? പിന്നെന്താ, ബ്ലോക്ക് ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററിൽ നിന്നും ആവാൻ പാടില്ല. ഡിസ്ജോയിന്റ് ലെറ്റർ ആവാൻ പാടില്ല. ഡിസ്ജോയിന്റ് ലെറ്റർ ആവാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, സിഗ്നേച്ചർ മസ്റ്റ് ബി റിട്ടൺ ബൈ ദ കാൻഡിഡേറ്റ് ഒള്ളി, ആ കാര്യവും ഉണ്ട്. പിന്നെന്താ, ഇതിൻ്റെ ഫോമാറ്റ് എന്താ, JPG ഫോമാറ്റിലാണ്. ഇത്ര സൈസൊക്കെ നോക്കണം. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് അതിന് തന്നെ ഒരു എന്താ JPG ഫോമാറ്റിൽ ഉണ്ടാക്കി വെക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാരുടെ നിങ്ങൾ ഈ സൈസൊക്കെ കറക്റ്റായി. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടിക്ക് ഉണ്ടായതാണ്, നമ്മളോട് അവർ പേഴ്സണലായി നമ്മളെ വിളിച്ചതാണ്. എന്താണ്, അവർ സൈനൊക്കെ കറക്റ്റായി, സൈസൊക്കെ കറക്റ്റായി, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര നോക്കിയിട്ട് അവർ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെന്താ സൈൻ ഇടുമ്പോൾ എന്താ ചെറുതായിട്ട് ഇട്ടു, അതായത് ഇങ്ങനെ ഇട്ടു, ചെറുതായിട്ട്, അതായത് മീൻ വളരെ ചെറുതായിട്ട് ഇട്ടു. അപ്പോൾ അതെന്തായി, റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ, അവർ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവരെന്ത് ചെയ്തു, കറക്റ്റ് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇട്ടു. അപ്പോൾ എന്തായി, അപ്ലോഡായി. ക്ലിയർ? അപ്പോൾ നിങ്ങൾ സൈൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല ബോൾ പെന്നും കൊണ്ട് യൂസ് ചെയ്യുക. അതായത് കട്ടിയുള്ള പേനയും കൊണ്ടൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം അവർക്ക് അങ്ങനെ തോന്നുന്നു പറ്റിയത്, അതായത് അവർ ചെറുതായിട്ട് ഇട്ടു, പക്ഷെ അത് അപ്ലോഡ് ആയില്ല. അവരെന്ത് ചെയ്തു, പിന്നെ വീണ്ടും ക്ലിയർ ആയിട്ട് ഇട്ടിട്ടാകുമ്പോൾ അത് അപ്ലോഡായി. ക്ലിയർ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്ലോഡ് ആകുന്നില്ലെങ്കിൽ അങ്ങനെ പേനയൊക്കെ മാറ്റിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇട്ടിട്ട് സൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്നേച്ചറിൻ്റെ കാര്യം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് ഡീറ്റെയിൽസും ആവശ്യമുണ്ട്. നമ്മൾ റീഫണ്ട് ചെയ്ത് അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹൗ ടു അപ്ലൈ വീഡിയോ ഉണ്ട്, ആ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരെ, ഈ എക്സാമിന് പഠിക്കണ്ടേ. ആ എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതാ ലോങ് ടേം NTPC ബാച്ച് ഉണ്ട്. അതായത് NTPC എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതുപോലെ ജനറൽ അവയർനെസ്, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്സ് റീസണിങ് ഒക്കെ ഓക്കെ ആയിരിക്കും, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ അവയർനെസ് ബാച്ചും കൂടെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ 2 ബാച്ച് ഉണ്ട്. നമ്മൾ NTPC ബാച്ച് ഉണ്ട്, അതായത് ഫുൾ സബ്ജക്റ്റുള്ള ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഓക്കെ ജനറൽ അവയർനെസ്സിനുള്ള ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഹൗ ടു അപ്ലൈ വീഡിയോ കാണാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.